നിങ്ങൾക്കുണ്ടല്ലോ സാമാന്യ ബുദ്ധിയും ഇത് കാണുന്ന ജനങ്ങൾക്കുണ്ടല്ലോ. അത് പക്ഷെ നിങ്ങളെ ബുദ്ധി പോലത്തെ അല്ല സാറേ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഞാൻ വലിയ നെഗറ്റീവായിട്ട് പറയുന്ന ആളല്ല. അത് മനസ്സിലാവുകയില്ല. ഫുൾ പോസിറ്റീവാണ്. ഇതേ റിയാസ് പറഞ്ഞല്ലോ ഇത് അല്പത്തരമാണെന്ന്. അതായത് ഇവിടുത്തെ മന്ത്രിയെ പങ്കെടുപ്പിക്കില്ല, BJP സംസ്ഥാന പ്രസിഡന്റിനെ മുൻ മന്ത്രിയാന്ന് പറഞ്ഞ് പങ്കെടുപ്പിക്കും അല്ലെ? അത് നിങ്ങളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം എന്താണ്? പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുന്നതേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. റിയാസ് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ട. ഇനി ഇത് ആവർത്തിക്കരുത്. നമസ്കാരം. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിന്റെ കഥയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയുന്നത്. ഒടുക്കം വരെ ഇരിക്കണം, എന്നാലേ ഇതിലെ കോമഡി മനസ്സിലാവുള്ളൂ. 2016 മെയ് 31 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റെടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്ന്. കെ സുരേന്ദ്രൻ, അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ്, ഇന്ന് രാജീവ് ചന്ദ്രശേഖരനാണ്, അന്ന് കെ സുരേന്ദ്രനാണ്. ആ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അന്നൊരു പ്രഖ്യാപനം നടത്തി. അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അതിങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ദേശീയപാതാ വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പ്രവർത്തനം പൂർത്തീകരണവും ആയിരിക്കും. ഇത് രണ്ടും ഫലപ്രദമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു നേട്ടം തന്നെയായിരിക്കും. ഒരു പ്രവചനത്തിന് മുതിരുന്നില്ല. ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നാണ് സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്തതെന്ന്. പിണറായി അപ്പോൾ ഭരിച്ചു തുടങ്ങി. ഇപ്പോൾ കാലം കുറച്ച് 10 വർഷം കഴിയുമ്പോൾ ഗെയിൽ പൂർത്തിയായി, ദേശീയപാതാ വികസനം ഒരു പരിധിവരെ പൂർത്തിയായി. സ്ഥലമേറ്റെടുപ്പ് പിണറായി വിജയൻ അധികാരമേറ്റെടുത്ത ഉടൻ ആരംഭിച്ചതാണ്. അതന്ന് മുന്നോട്ട് പോയി. പലയിടത്തും സമരങ്ങളായി. കീഴാറ്റൂർ കേരളത്തിൻ്റെ നന്ദിഗ്രാമാകുമെന്നിവരെ അന്ന് അവിടെ കൂടിയ ആളുകൾ പ്രഖ്യാപിച്ചതാണ്. രമേശ് ചെന്നിത്തല മുതൽ VM സുധീരൻ മുതൽ PC ജോർജ് വരെ നേതാക്കൾ അങ്ങോട്ട് പോയി. ഈ പരിപാടി നടത്താൻ വിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. കെ സുരേന്ദ്രൻ്റെ BJP-കാർ കേന്ദ്രമന്ത്രിയെ വരെ കൊണ്ടുവന്ന് ദേശീയപാതാ സ്ഥലമെടുപ്പിനെതിരെ സമരം ചെയ്യിച്ചു. സുരേഷ് ഗോപി മുതൽ ഗോപാലകൃഷ്ണൻ വരെ അവിടെ കീഴാറ്റൂർ പോയി സമരമായിരുന്നു. കാലം കുറേ പോയി. നിപ്പ വന്നു, പ്രളയം വന്നു, കോവിഡ് വന്നു, ദേശീയപാതയും കുറേ വന്നു. അതിൻ്റെ ഉദ്ഘാടന പരിപാടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു. അപ്പോൾ അതായത് ഈ കാലത്ത് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ്. പരിപാടിക്ക് രാജീവ് ചന്ദ്രശേഖരൻ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് വെട്ടി അവിടെ കയറിയിരുന്നു. കേരള സംസ്ഥാനം ഏകദേശം 10,000-ലധികം കോടി രൂപ 5,000 തുകയായും 5,000 വായ്പയായും ചെലവാക്കിയ പദ്ധതിക്ക് നമ്മുടെ മന്ത്രിയെ, കേരളത്തിൻ്റെ മന്ത്രിയെ, പൊതുമരാമത്ത് മന്ത്രിയെ വിളിച്ചില്ല. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കുമ്മനടിച്ച് കയറിയിരുന്നു. എന്താ കഥ? കീഴാറ്റൂരിൻ്റെ പേര് പറഞ്ഞ് മുടക്കാൻ പോയ സുരേഷ് ഗോപി അടക്കം വേദിയിൽ സ്വാഗതം പറയാനുണ്ട്. അല്പത്തരത്തിൻ്റെ അയ്യരുകളി തന്നെയായിരുന്നു ദേശീയപാത 2 റീച്ചുകളുടെ ഉദ്ഘാടന പരിപാടി. എന്നാലും രാജീവ് ചന്ദ്രശേഖരൻ അടക്കം കയറിയിരുന്ന പരിപാടിക്ക് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തിയത് എന്തിനായിരിക്കും? ഞാൻ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇത് സാമാന്യമല്ല, അസാമാന്യ ബുദ്ധി തന്നെ ട്ടാ. എന്താ ആ ബുദ്ധിയിലുള്ളത്? അത് പറ. എന്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. എന്താ അഭിപ്രായം? മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല. ഇതേതാ മരുമകന്റെ കാര്യം പറയുന്നപ്പാ? പണ്ട് മറ്റേ അമ്മായിയപ്പനെ പുറത്താക്കി സ്വത്തെല്ലാം അടിച്ചെടുത്ത് മൂപ്പരെ പെരുവഴിയിലാക്കിയ ഏതോ ഒരു ടെക്നോക്രാറ്റ് മരുമകന്റെ കഥ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ മരുമകന്റെ കാര്യമാണോ സാർ ഈ പറയുന്നത്? അല്ല, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. അതല്ല, സമാധാനം. പിന്നെ ഏതാ പറയുന്നത്? ഇനിയിപ്പോ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. അത് അങ്ങനെ അവരുടെ പ്രശ്നമല്ല സാറേ, കേരളത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ദേശീയപാതയല്ലേ, അതിന് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിനെ വിളിക്കണ്ടേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രോട്ടോകോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. എന്നിട്ട് അല്ല, നോക്കൂ, പ്രോട്ടോകോൾ വഴി ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അത് മനസ്സിലായി. അത് കഴിഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിനെ വിളിക്കാത്തത് എന്താണെന്നാണ് ചോദ്യം. അവിടെ BJP-ന്റെ സംസ്ഥാന പ്രസിഡന്റ്, അതായത് രാജീവ് ചന്ദ്രശേഖർ കയറിയിരുന്നല്ലോ പകരമായിട്ട്. ഇനിയിപ്പോ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസ് മന്ത്രിയാവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ ചെയ്യുന്നത് എവിടുത്തെ പരിപാടിയാണ്? എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക, അതിൽ മാധ്യമ സുഹൃത്ത് പങ്കാളി ആവണ്ടെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഇനി മാധ്യമങ്ങളുടെ തലയിലിട്ടോ. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അത് പറ. എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? അത് പറഞ്ഞല്ലോ. ആര്? മുഖ്യമന്ത്രി. അതുപ്രകാരമാണല്ലോ വിളിക്കേണ്ടത്. പക്ഷെ വിളിച്ചില്ല. അല്ല, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താന്ന് പറയുന്നതെന്ന്. എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. അതാ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. കേരളത്തിലെ കാര്യം മനസ്സിലാവുന്നില്ല എന്ന്. ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി, നമ്മുടെ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിനെ വിളിച്ചില്ല. നിങ്ങൾക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കുണ്ട്. അതിനേക്കാൾ എന്ത് കൂടിയ യോഗ്യതയാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിനേക്കാൾ എന്ത് കൂടിയ യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ചോദിച്ചത്. നോക്ക്, ഇനിയിപ്പോ അത് ഒരു വിവാദം. നോക്കൂ, ഇനിയിപ്പോ ഇലക്ഷന് 30 ദിവസമുണ്ട്. അതുകൊണ്ടാണ് ഈ ആളെ പറ്റിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം.
അറിയാം. എന്നാലും കേരളത്തിന്റെ മന്ത്രിനെ വിളിക്കാണ്ട് എന്ത് പരിപാടിയാണ്? ഇവരിങ്ങനെ ഒരു വിവാദം തെരഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്കറിയാലോ. അതിപ്പോ എല്ലാവർക്കും അറിയാം സാറേ. BJP സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിമാരെ വരെ വകഞ്ഞു മാറ്റി അങ്ങോട്ട് കയറിയിരിക്കുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് കാണിക്കുന്ന കാര്യം. നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? നമ്മുടെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. എന്താ അത്? അല്ല, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. നിങ്ങളെ വിളിച്ചല്ലോ, മന്ത്രിനെ പോലും വിളിക്കാണ്ട് നിങ്ങളെ വിളിച്ചില്ലേ? അത് ഓക്കെ, അത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. വിഴിഞ്ഞത്തില് ഇതേ റിയാസ് പറഞ്ഞല്ലോ ഇത് അല്പത്തരമാണെന്ന്. അത് നിങ്ങളെ അന്നത്തെ പ്രകടനം കണ്ടപ്പോ റിയാസ് മാത്രമൊന്നുമല്ല സാറേ, നാട്ടുകാർ ഒന്നാകെ ശരിക്കും ആ പരിപാടിയല്ലേ അന്ന് അവിടെ കയറി നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? ഇതെല്ലാം നോക്കൂ, നിങ്ങൾക്കുണ്ടല്ലോ സാമാന്യ ബുദ്ധിയും, ഇത് കാണുന്ന ജനങ്ങൾക്കുണ്ടല്ലോ. അത് പക്ഷെ നിങ്ങളെ ബുദ്ധി പോലത്തെ അല്ല സാറേ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വലിയ നെഗറ്റീവായിട്ട് പറയുന്ന ആളല്ല. അത് മനസ്സിലാവുകയില്ല. ഫുൾ പോസിറ്റീവാണ്. ദേശീയപാത പദ്ധതിയിൽ കേരളത്തിന്റെ മന്ത്രിനെ വരെ ഉൾപ്പെടുത്താണ്ട് അതിനിടയിൽ കയറി കൂടുന്ന ഒരു പാവം ആള്, എന്നിട്ട് മരുമോൻ നല്ല വിളിച്ചു പറഞ്ഞ് ആളെ പറ്റിക്കുന്ന അതല്ലേ? അല്ല, നിങ്ങളല്ലേ പറയുന്നത്, എനിക്ക് ലിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അല്ല, അവിടെ പങ്കെടുക്കുന്നുണ്ടല്ലോ സാറ്. എനിക്ക് ഇതിനെ കുറിച്ച് നമ്മളല്ലല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത്. അല്ല, നിങ്ങൾ ചോദിക്കുന്നു, ഇവര് വിവാദം ഉണ്ടാക്കുന്നു, ഇവർ ബോയ്ക്കോട്ട് ചെയ്യുന്നത് പുറമെ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. എന്നാലും രാജീവേട്ടൻ അവിടെ കസേര സംഘടിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഞാനല്ലല്ലോ പ്രോട്ടോകോൾ ഇൻചാർജ്. എന്നാലും എങ്ങനെ രാജീവേട്ട? എന്നോട് താങ്കൾ ചോദിക്കുന്നത് എന്താണ്? ഞാൻ ആരാണ് രാജീവേട്ടൻ? ഞാൻ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ്. സാമാന്യ ബുദ്ധിക്കൊപ്പം ഇങ്ങനെ ഗ്യാസ് അടിക്കല്ലേ സാറേ? അല്ല, ഞാൻ അങ്ങനെ ഗ്യാസ് അതൊക്കെ പോട്ടെ. രാജീവേട്ടൻ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കയറിയത്? അല്ല, ഇതല്ല എന്നോട് എന്റെ അഭിപ്രായം ചോദിക്കാണോ? അഭിപ്രായം അല്ലാണ്ട് പിന്നെന്താ? അത് പറ. ഇതില് നമുക്ക് ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്നെ പിടിയില്ല സാറേ. പൊതുമരാമത്ത് മന്ത്രിനെ പങ്കെടുപ്പിക്കാതെ നിങ്ങളെ, അതായത് BJP സംസ്ഥാന പ്രസിഡന്റിനെ പങ്കെടുപ്പിച്ചത് എങ്ങനെയാണെന്ന് പറ. പറ്റുമെങ്കിൽ പറ. ഞാനൊരു മുൻ മന്ത്രിന്റെ കപ്പാസിറ്റിയിൽ പോകുന്നു. ഇപ്പോഴത്തെ മന്ത്രിനെ വിളിക്കാത്തതിൽ പ്രശ്നമൊന്നുമില്ല. എന്താ അതില് അങ്ങനെ അവർക്ക് സന്തോഷമില്ലെങ്കിൽ സങ്കടം, ഓക്കെ. പക്ഷെ മുൻ മന്ത്രിയായിട്ട് എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. അതായത് ഇവിടുത്തെ മന്ത്രിയെ പങ്കെടുപ്പിക്കില്ല, BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മുൻ മന്ത്രിയാന്ന് പറഞ്ഞ് പങ്കെടുപ്പിക്കും അല്ലെ? ഞാൻ അങ്ങനെ കാണുന്നത്. ഗവൺമെന്റ് പരിപാടിയിൽ എന്നെ വിളിക്കുമ്പോൾ മുൻ മന്ത്രിയായിട്ട് ഞാൻ പോകുന്നത്. എന്തായാലും റിയാസിന് വിളിച്ചിട്ടില്ലാത്തത് കൊണ്ട് പോകേണ്ടി വന്നില്ല. ഇന്നത്തെ പരിപാടിക്ക് MB രാജേഷിനെയും K കൃഷ്ണൻകുട്ടിയെയും പിണറായി വിജയനെയും വിളിച്ചതാണ്. പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ മാത്രം വിളിച്ചില്ല. അല്ല, അത് നിങ്ങൾക്കൊരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാവാൻ അവകാശമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ. നമ്മളെ അഭിപ്രായം നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിയെ കൂടി വിളിക്കണം എന്നാണ്. ഇത് നിങ്ങളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം ഇതാണ്. എന്താല്ലേ, ഇതാണ് നമ്മുടെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എന്നാലും രാജീവ് ചന്ദ്രശേഖറിന് ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ട് വേറൊരാൾ വരുന്നത്. ആരാ? മൂപ്പരനെ ഉപദേശകൻ ഇതാ വരുന്നത്. ദേശീയപാത ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ പാതയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്, കുടുംബക്കാരെ പോലെ പാർട്ടി പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും നിങ്ങൾ ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിച്ച് തന്നിഷ്ടം പോലെ നടത്തേണ്ടതല്ലോ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു നാട്ടിലെ പരിപാടി, ഉദ്ഘാടന പരിപാടി. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിനെ കൂടി വിളിക്കണ്ടല്ലേ? റിയാസിനെയും കൂടെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം PMOയിൽ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹം റിയാസും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വേദിയിലെത്താൻ പറ്റൂ എന്ന് അദ്ദേഹം നേരത്തെ PMOയിൽ അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ PMO അത് കൺസിഡർ ചെയ്യുമായിരുന്നു. നോർമലി നേരത്തെ അറിയിക്കുമല്ലോ, അതത് വകുപ്പ് മന്ത്രിന്റെ കാര്യം, വിളിക്കേണ്ട കാര്യമൊക്കെ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ? ഇവിടെ റോഡാണ്, പൊതുമരാമത്ത് മന്ത്രിയാണ്. മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുന്നതേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. റിയാസ് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ടേ. ഇനി ഇത് ആവർത്തിക്കരുത്. പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം പരിപാടി വന്നിട്ടുണ്ടാവും. എന്താ കഥ? അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴുണ്ട് അതുവഴി നടി പ്രിയങ്ക പ്രധാനമന്ത്രിനെ കാണാൻ വലിയ ആവേശത്തോടെ പോകുന്നു. ഇതാ കണ്ടോ? കാണാൻ വേണ്ടി ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണ് എറണാകുളത്ത്. അദ്ദേഹത്തെ കാണണമെന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി വന്നതാണ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഈ ആവേശമൊക്കെ കണ്ടപ്പോ ഇത്രക്ക് മോദി ഭക്തിയോ എന്ന സംശയം എനിക്കുണ്ടായി. നിങ്ങൾക്ക് ഉണ്ടായില്ലേ? എന്തായാലും അവിടുന്ന് പത്രക്കാർക്കുണ്ടായി. മോദി ഭക്തയാണോ? ഭക്തി എന്തിനാണ് നമ്മൾ ആരാധിക്കുന്ന ഒരാളാണോ പ്രധാനമന്ത്രി? അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഭക്തിക്ക് ആരും ഒരു വ്യക്തിപരമായി ഭക്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അമ്മേ, മോദിനെ കാണാൻ പോകുന്നത് പരസ്യമായി പറയാൻ ഇത്രയും മടിയാ? മൂപ്പര് നമ്മുടെ പ്രധാനമന്ത്രിയാണ്, അതിന് മടിക്കൊന്നും വേണ്ട. പാവം ആ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? നന്ദി, നമസ്കാരം.